وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي ونسلم أفضل الصلاة وأنك السلام وأتم التسليم وعلى خلق ونبينا وحبيبنا محمد وآله وصحابه وسلم تسليما كثيرا. أما بعد، اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സൗഹാർദ്ദ ചർച്ചാ ഗ്രൂപ്പിലെ സഹോദരങ്ങളെ, വിശ്വാസികളെ, ഏറെ ധന്യമായ ആനുകാലിക സംഭവ വികാസങ്ങളിലൂടെ സ്വാഗത ഭാഷണങ്ങളോട് അവസാനിച്ചിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ആ വിഷയങ്ങളിലേക്കൊന്നും കൂടുതലായി ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ്. സാധാരണയായി നമ്മുടെ നാവിൽ തുമ്പിലൂടെ പറയാറുള്ള ഒരു വാചകത്തെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ബിസ്മി, പൊരുളും പൊരുത്തക്കേടുകളും. ഒരു വിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അള്ളാഹുവിന്റെ അത്യുത്കൃഷ്ടമായ ഒരു വചനത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അതായത് വിശുദ്ധ ഖുർആൻ ആരംഭിക്കും തന്നെ ആ വചനം കൊണ്ടാണ്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി എന്തിന്? നാം എന്തിനാണ് ബിസ്മി ചൊല്ലുന്നത്? അതിന്റെ പൊരുൾ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മുസ്തഈനൻ ബില്ലാഹ് മുൽതമിസൻ അൽ ബറക. അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും അവന്റെ ബറക്കത്തിന്, അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് ഞാൻ ഇത് ആരംഭിക്കുന്നത്. നമ്മുടെ സ്വന്തം കഴിവിലല്ല, മറിച്ച് പ്രപഞ്ചദാസന്റെ സഹായത്തിലാണ് നാം അഭയം തേടുന്നത് എന്ന പ്രഖ്യാപനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ കാണാൻ സാധിക്കുക. അള്ളാഹു തന്റെ പ്രവാചകൻ നൽകിയ ആദ്യ കൽപ്പന തന്നെ ഇതായിരുന്നു, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പൊ ബിസ്മി എന്തിനാണ്? എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും ബറക്കത്തിന്റെയും താക്കോലാണ് ബിസ്മി. ആ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം ഏതൊരു കാര്യവും തുടങ്ങേണ്ടത്, ആരംഭിക്കേണ്ടത്. രണ്ടാമത്തത്, ബിസ്മി ചൊല്ലുന്നതിന് വിധി എന്താ? ഏതൊരു നല്ല കാര്യത്തിന് മുമ്പും ബിസ്മി ചൊല്ലൽ സുന്നത്തായ പ്രതിഫലാർഹമായ കാര്യമാണ്. ഇമാം ഇബ്നു ബത്വാൽ റഹിമഹുല്ലാഹ് പറയാണ്, എന്താ പറഞ്ഞത്? അന്ന തസ്മിയത ഹിന്ദ ഇബ്തിദാഇ കുല്ലി അമലിൻ മുസ്തഹബ്ബ തബറുകൻ ബിഹാ വസ്തിശ്ആറൻ അന്ന അല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുയസ്സിറു ലിദാലികൽ അമലി വൽ മുഈനു അലൈഹി. എന്താ പറഞ്ഞത്? ഏതൊരു പ്രവൃത്തിയുടെ തുടക്കത്തിലും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അതിലൂടെ ബറക്കത്ത് ആഗ്രഹിക്കാനും ആ ജോലി എളുപ്പമാക്കി തരുന്നവനും അതിന് സഹായിക്കുന്നവനും അള്ളാഹു മാത്രമാണെന്ന് ഹൃദയത്തിൽ ബോധ്യപ്പെടാനും അത് കാരണമാകും. അതിനാണ് ബിസ്മി നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവർത്തനം എന്തുണ്ടാവും? ഒരു ബറക്കത്തും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും അതുകൊണ്ട് ആ സഹായമൊക്കെ ലഭിക്കും. അതുകൊണ്ട് ആ ബിസ്മി എന്തിന് എന്ന് ചോദിച്ചാൽ അതാണ് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മൂന്നാമത്തെ വിഷയം, ബിസ്മിയുടെ ലളിതമായ ഉച്ചാരണം അള്ളാഹു എന്ന നാമം ഉച്ചരിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്. അറബി ഭാഷയിൽ ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ കൂട്ടിമുട്ടിക്കുക പോലും ചെയ്യാതെ വളരെ വേഗത്തിലും ലളിതമായും അത് നിർവഹിക്കാം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയാണ്, കാരണം ജനങ്ങൾക്കിടയിൽ ഇത് ഏറ്റവും അധികം ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് അള്ളാഹു ഇത്രയും ലളിതമാക്കിയതെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ ബിസ്മില്ലാ എന്ന് പറയാൻ ഇത്ര സമയമാണോ? ഇത്ര പ്രയാസമുണ്ടോ? എത്ര ലളിതമാണ് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ഉച്ചരിക്കുന്ന കാര്യത്തിൽ നാം ഒരിക്കലും പുറകോട്ട് പോയിക്കൂടാ എന്നർത്ഥം. നാലാമത്തെ കാര്യം,
കത്തുകൾ എഴുതുമ്പോൾ, കരാറുകൾ ഒപ്പുവെക്കുമ്പോഴും ഔദ്യോഗിക അറിയിപ്പുകളിലും സന്ദേശങ്ങളിലും ബിസ്മി എഴുതി വെക്കൽ നബി ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തയച്ചപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് രേഖപ്പെടുത്തിയെന്ന് കാണാൻ സാധിക്കും. അതുപോലെ നാം സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അള്ളാഹു എന്ന നാമം കൊണ്ട് ആരംഭിക്കണം. കാരണം അള്ളാഹു എന്ന് പറയുന്നത് മറ്റെല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്നവന്റെ സവിശേഷമായ നാമമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബ ഒഴികെയുള്ള എല്ലാ സൂറത്തുകളുടെ തുടക്കത്തിലും ബിസ്മി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞി കത്തയച്ചതിന്റെ തുടക്കത്തെ കുറിച്ച് പറയുന്നത് ഖുർആനിലെ ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീർച്ചയായും അത് സുലൈമാന്റെ പക്കൽ നിന്നുള്ളതാണ്, തീർച്ചയായും അത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്തെഴുതി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കുല്ലു അംറിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ വഫീ റിവായത്തിൻ അജ്ദമു ഔ അഖ്തൗന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് ആരംഭിക്കാത്ത പ്രാധാന്യമുള്ള ഏതൊരു കാര്യം വാലത്തതാണ് അഥവാ ബറക്കത്ത് നഷ്ടപ്പെട്ടതാണ് എന്നാണ്. ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം സുയൂത്തി, ഇമാം നവവി തുടങ്ങിയവർ വ്യത്യസ്ത വഴികളിലൂടെ വന്ന ഈ ഹദീസിന്റെ റിവായത്തുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഇത് ഹസൻ സ്വീകാര്യമായ പദവിയുള്ളതാണ് എന്ന് അഭിപ്രായപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പോ ബിസ്മി ചൊല്ലാത്ത ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും എന്താണ് വാലത്തതാണ്, വഹു അക്കത്ത, അത് വാലത്തതാന്ന് പറഞ്ഞാൽ ബറക്കത്ത് നഷ്ടപ്പെട്ടതാണെന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാണ്. ഈ ബറക്കത്ത് കിട്ടാൻ പല ആളുകളും പല മേഖലകൾ സ്വീകരിക്കാറുണ്ട്. കടയുടെ മുമ്പില്, കടയില് അല്ലെങ്കിൽ വാഹനത്തില്, വീട്ടിന് മുമ്പിലും ഒക്കെ എഴുതി വെക്കാറുണ്ട്. ഇത് എവിടെങ്കിലും എഴുതി വെക്കേണ്ടത് നോക്കി വെക്കേണ്ട സാധനമല്ല. അങ്ങനെ ബറക്കത്തുണ്ടാവുമെന്ന് ആരും വിചാരിക്കേണ്ടതുമില്ല. ആ ബറക്കത്ത് ഉണ്ടാവും നമ്മുടെ ജീവിത പദത്തിലൂടെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിത വചനം കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് തസ്മിയത്തുല്ലാഹി തആല മസ്റൂഅത്തുൻ ഫി കുല്ലി അമലിൻ വ ഖൗലിൻ. എല്ലാ വാക്കുകളിലും പ്രവർത്തികളിലും അള്ളാഹുവിന്റെ നാമം സ്മരിക്കൽ, ബിസ്മി ചൊല്ലൽ ശരീഅത്തിൽ നിയമമാക്കപ്പെട്ടതാണെന്നാണ്. അപ്പോ എല്ലാ വാക്കുകളും പ്രവർത്തികളും എന്ത് വേണം? ആ റബ്ബിന്റെ നാമം നമ്മൾ ഓർക്കണം, സ്മരിക്കണം എന്നുള്ളതാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ബിസ്മിയുടെ ബർക്കത്തിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ നാമം ഏതൊരു തുച്ഛമായ കാര്യത്തിൽ ചൊല്ലിയാലും അത് വർദ്ധിക്കാതിരിക്കില്ല. ഏതൊരു ഭയപ്പാടുള്ള കാര്യത്തിൽ ചൊല്ലിയാലും ഭയം നീങ്ങാതിരിക്കില്ല. അത് വലിയൊരു ആശ്വാസമാണെന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതെവിടെങ്കിലും വാഹനത്തിന്റെ പുറത്തോ വീടിന്റെ ഉള്ളിൽ പിന്നെ ചുമരുമ്പലോ കടയുടെ ഉള്ളിലോ അതേപോലത്തെ വാഹനത്തിന്റെ ഉള്ളിലോ എവിടെ കെട്ടിത്തൂക്കിയോണ്ടോ എഴുതി വെച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. അത് നമ്മുടെ ജീവിത പദത്തിലൂടെ കടന്നു പോകേണ്ട മേഖലയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ബിസ്മി ഉൾക്കൊള്ളുന്ന ഒരുപാട് പ്രവാചകന്റെ പ്രാർത്ഥന കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ ബിസ്മി ചൊല്ലേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. കേട്ടോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന എന്താ? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലേ? അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു, ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. അതേപോലെ തന്നെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ, അവിടെയും ബിസ്മില്ലാ ഉണ്ട്. വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബന തവക്കൽന. നോക്കൂ നിങ്ങൾ, അവിടെയും ബിസ്മില്ലാ ഉണ്ട്. രാത്രി വീട് സുരക്ഷിതമാക്കുമ്പോഴോ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത്തുൽ ഇനാഅ വഅഖുസ് സഖാഅ വഅഗ്ലിഖുൽ ബാബ വഅത്ഫിഹു സിറാജ ഫഇന്ന ശൈത്വാന ലാ യഹുല്ലു സിഖാഅ വലാ യഫ്തഹു ബാബൻ വലാ യക്ശിഫു ഇനാഅൻ ഫഇൻ ലം യജിദ് അഹദുകും ഇല്ലാ അൻ യുഗ്റദ അലാ ഇനാഇഹി ഊദൻ വയദ്കറു ഇസ്മല്ലാഹ്. എന്താ പറഞ്ഞത്? നിങ്ങൾ പാത്രം മൂടി വെക്കുക, തോൽപാത്രത്തിന് വായ കെട്ടുക, വാതിലുകൾ അടക്കുക, വിളക്കുകൾ കെടുത്തുക. കാരണം പിശാച് കെട്ടഴിക്കുകയോ വായ് തുറക്കുകയോ പാത്രം തുറക്കുകയോ ഇല്ല. ഇനി പാത്രം മൂടാൻ ഒരു കോലില്ലാതെ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും അത് പാത്രത്തിനും കുറുകെ വെക്കുകയും അള്ളാഹുവിന്റെ നാമം സ്മരിക്കുകയും ചെയ്യട്ടെ എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം പാത്രങ്ങൾ അടക്കേണ്ടത്, വാതിലടക്കേണ്ടത്, വിളക്ക് കെടുത്തേണ്ടത്.
നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് ഇത് ശരിക്കും അത് ആ നിയ്യത്തോടു കൂടി ചെയ്താൽ അതിന്റെ ബറക്കത്തും അതിന്റെ അനുഗ്രഹമൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ബിസ്മി ചൊല്ലുന്ന കാര്യത്തിൽ നാം ഒരിക്കലും പിശുക്ക് കാണിക്കാതിരിക്കുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നു. കടയിലോ വാഹനത്തിലോ വീട്ടിലോ കെട്ടി തൂക്കേണ്ട ഒരു സാധനമല്ല. അങ്ങനെ ബറക്കത്ത് കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ടതുമില്ല. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പറയാം, ഇതാക്കൽ അഹദുക്കും ഫല്യദ്കുർ ഇസ്മല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കട്ടെ എന്നാണ്. ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടും ഭാര്യയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവൾ ചെല്ലേണ്ട പ്രാർത്ഥന പറയേണ്ട, അവരിൽ ആരെങ്കിലും ഭാര്യ സമീപിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ബന്ധത്തിൽ അവർക്ക് കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയില്ല എന്നാണ് സ്വഹീൽ ബുഖാരി കൃത്യമായി പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസ്മില്ല എന്നത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ശൗചാലയം അഥവാ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോ അല്ലെ, മനുഷ്യന്റെ ഔറത്തിനും ചിന്നികളുടെ കണ്ണുകൾക്കും ഇടയിലുള്ള മറ മനുഷ്യൻ ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയലാണ്. നോക്കൂ നിങ്ങൾ, ബാത്റൂമിൽ കയറുന്ന സമയത്ത് പോലും ബിസ്മില്ല, അത് പിശാചിന്റെ ഉപദ്രവം തടയാനുള്ള മാർഗമായി കൊണ്ട് തടസ്സമാണ് എന്നുള്ളതാണ്. അത്രമാത്രം ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു വിഷയമാണ് ബിസ്മില്ല എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, രാവിലെയും വൈകുന്നേരവും ഒപ്പമുള്ള പ്രാർത്ഥനകൾ കാണാം. എന്താണ് മാമിൻ ആബിദി യഖൂലു ഫി സ്വബാഹി കുല്ല യൗമിൻ വമസാഹി കുല്ല ലൈലത്തിൻ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം സലാസ മററാത്ത് ഇല്ലാ ലം യദുറഹു ഷൈഉൻ. ഏതൊരു അടിമയാണോ രാവിലെയും വൈകുന്നേരം 3 തവണ ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു വസ്തുവും അവർ ആരുടെ നാമ കാരണത്താൽ ഉപദ്രവിക്കുകയില്ലയോ, ആ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അവനെല്ലാം കേൾക്കുന്നതിനും അറിയുന്നതിനുമാണ് എന്ന് പറയുന്നത് അവന് യാതൊരു വസ്തുവും ഉപദ്രവം വരുത്തുകയില്ല എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ രാവിലെയും വൈകുന്നേരം 3 തവണ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. വൈകുന്നേരത്ത് പറയേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. നോക്കൂ നിങ്ങൾ, അങ്ങനെയും പ്രാർത്ഥന കാണാൻ സാധിക്കും. ഇനി വാഹനത്തിൽ കയറുമ്പോഴോ ഇന്ദർ റുകൂബി ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വയുകബ്ബിറു സലാസൻ. വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും 3 തവണ തക്ബീർ മുഴക്കുകയും ചെയ്യുക. ഉണ്ടോ? അപ്പൊ അവിടെയും ബിസ്മില്ല ഉണ്ട്. നോക്കാം നിങ്ങൾ. ഉറങ്ങാൻ കിടക്കുമ്പോഴോ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ. നോക്കൂ നിങ്ങൾ, അള്ളാഹു നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു. ഇനി വുളു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും വുളുവിന്റെയും കുളിയുടെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താ. ഇനി ബിസ്മി ചൊല്ലൽ രൂപം നോക്കുന്നു, ബിസ്മില്ല എന്ന് പറഞ്ഞു എന്നാണ് ഹദീസുകളെല്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പദത്തിൽ മാത്രം ഒതുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടതില്ല. എന്നാൽ കത്തെഴുതുമ്പോഴോ അത് പൂർണ്ണമായിട്ടും എഴുതണം. കരാർ എഴുതുമ്പോൾ അത് പൂർണ്ണമായിട്ട് എഴുതണം. എന്നാൽ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. വേണ്ട, ബിസ്മില്ല. അതാണ് എൻ്റെ രൂപം. കത്തെഴുതുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ബിസ്മി പൂർണ്ണമായും പാരായണം ചെയ്യണം എന്ന് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ബിസ്മി എന്ന് പറയുന്ന നിസ്സാരമായ ഒരു സംഗതിയല്ല. ഏതൊരു നിസ്സാരമായ നന്മകളാണെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ അതൊക്കെ നമ്മൾ തുടങ്ങുമ്പോഴും ആരംഭിക്കുമ്പോഴൊക്കെ എന്ത് ചൊല്ലണം? ബിസ്മി ചൊല്ലണം. അതിന് പ്രത്യേകം ബറക്കത്തും അള്ളാഹുവിന്റെ അനുഗ്രഹവും തൗഫീഖും പ്രത്യേകമായിട്ട് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇനി ബിസ്മിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ എന്തൊക്കെ? അത് ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. ബിസ്മിക്ക് ഇത്രയേറെ മഹത്വമുണ്ടെങ്കിലും പ്രമാണങ്ങൾ പിൻബലമില്ലാതെ ദീന് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ ചില ആചാരങ്ങൾ വിദ്യാർത്ഥികൾ എന്നീ ജനങ്ങൾക്കിടയിലുണ്ട്. അവ നമുക്ക് നോക്കാം. ഒന്ന്, 786 എന്ന സംഖ്യ ബിസ്മിക്ക് പകരമാക്കൽ. 786 എന്ന സംഖ്യ ബിസ്മിക്ക് പകരമാക്കുന്ന ആൾക്കാർ കാണാം. എന്താ? ബിസ്മിയുടെ അബ്ജദ് അക്ഷരക്കണക്ക് കൂട്ടി 786 എന്ന് എഴുതിയാൽ ബിസ്മിയുടെ പ്രതിഫലം കിട്ടുമെന്നത് ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര എളുപ്പമായിരുന്നില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 756 വായിക്കാനും പറയാനൊക്കെ എത്രമാത്രം എളുപ്പമായിരുന്നു ഇപ്പൊ അതൊക്കെ. പക്ഷെ അത് വിദ്യാർത്ഥി കാര്യമാണ്. ഖുർആൻ അക്ഷരങ്ങളാണ്.
അക്കങ്ങളല്ല. കത്തുകളിലോ മറ്റോ ബിസ്മിക്ക് പകരം 756 എന്ന് എഴുതി വെക്കുന്നത് സുന്നത്തോ പുണ്യകരമോ അല്ല. അതുകൊണ്ട് അതിൽ നാം ഒഴിവാക്കണം. 786 എന്നല്ല നമ്മൾ എഴുതേണ്ടത്, പറിച്ച് ബിസ്മില്ല എന്ന് തന്നെ എഴുതാൻ ശ്രമിക്കുക. അതേപോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബിസ്മി ഖത്മ് അല്ലെ, ചില ആളുകൾ ഒത്തുകൂടി 10,000 തവണ ബിസ്മി ചൊല്ലി മരിച്ചവർക്ക് ഹജ്ജ് ചെയ്യുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദഅത്താകുന്നു അത്. അതുകൊണ്ട് ബിസ്മി ഹജ്ജ് ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് തെറ്റായ ഒരു കാര്യമാണ്, അത് ബിദഅത്തായ ഒരു കാര്യമാണ്, നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബിസ്മി എഴുതിയ തകിടുകള്, ഉറുക്കുകള്, തൂക്കല്, നേരത്തെ പറഞ്ഞ വാഹനങ്ങളിലെ വീടിന്റെ, അതേപോലെ തന്നെ എന്താ പറയാ, അതേപോലെയുള്ള കടകളിലൊക്കെ ഇതൊക്കെ എഴുതി തകിടുകൾ തൂക്കിയാൽ അത് കണ്ണേറിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന ധാരണ തെറ്റാണ്. ബിസ്മി നാവ് കൊണ്ട് ഉച്ചരിക്കാനും ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാനുമുള്ളതാണ്, അത് കെട്ടിത്തൂക്കാനുള്ളതല്ല എന്ന് നാം വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കണം, വീടുകളിലോ വാഹനങ്ങളിലോ ബിസ്മി എഴുതി തകിടുകൾ തൂക്കിയാൽ അത് കണ്ണേറിനും അപകടങ്ങളിൽ രക്ഷിക്കുമെന്ന ധാരണ അത് തെറ്റായ ധാരണയാണ്, അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. നേരത്തെ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ബിസ്മി ചൊല്ലിക്കൊണ്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളത്. മറ്റൊന്ന് സൂറത്ത് തൗബ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ അല്ലെ, സൂറത്ത് തൗബ ഓയി തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല. അവിടെ നിർബന്ധപൂർവ്വം ബിസ്മി ചൊല്ലുന്നത് ശരിയല്ല, അതിന്റെ ആവശ്യവും ഇല്ല. അവിടെ എങ്ങനെയുള്ളത് അതുപോലെ തുടങ്ങിയാൽ മതി. മനസ്സിലായില്ലേ? അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. അതേപോലെ ബിസ്മി എണ്ണം ചെയ്ത് ചൊല്ലൽ, അതും ചില ആളുകൾ 1200 തവണ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന ഞെട്ടിക്കുന്ന പുണ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ആവശ്യം നേടാൻ 786 തവണ ചൊല്ലുക, ആവശ്യം നേടാൻ ബിസ്മി 786 തവണ ചൊല്ലുക. അതേപോലെ 186 തവണ ബിസ്മിയെ ഊതി വെള്ളത്തിൽ ഊതുക. എന്തൊക്കെയാണ് അല്ലേ? 186 തവണ ബിസ്മിയെ ഓതിട്ടത് വെള്ളത്തിൽ ഊതുക. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. ഇസ്ലാം പഠിപ്പിച്ചിടത്ത് നമ്മൾ നിൽക്കുക. അത് എവിടൊക്കെ ഏതൊക്കെ രൂപത്തിൽ ചെല്ലണം. ഏത് നല്ല കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും അതിന്റെ തുടക്കത്തിൽ എന്തുണ്ടായിരിക്കണം? ബിസ്മി ഉണ്ടായിരിക്കും. അതിന് പ്രധാനപ്പെട്ട ചില പ്രാർത്ഥന സൂചിപ്പിച്ചല്ലോ. ഏത് നല്ല കാര്യം നമ്മൾ തുടങ്ങുകയാണെങ്കിലും എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ അതൊക്കെ ആരംഭിക്കുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ ബിസ്മിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലുള്ള ചില തെറ്റായ ധാരണകളാണ് ഇപ്പം അവസാനമായി സൂചിപ്പിച്ചത്. 786 എന്നത് ചുരുക്കി എഴുതല് അതൊരിക്കലും ശരിയായതല്ല, ബിദഅത്തായ കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേക സുന്നത്തോ പുണ്യകരമോ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ ബിസ്മി ഹജ്ജ് ചെയ്യുന്ന സമ്പ്രദായം അത് സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദഅത്താന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചില ബിസ്മി എഴുതിയ തകിടുകളും ഉറുക്കുകളും കെട്ടിത്തൂക്കുന്ന സമ്പ്രദായം അതും ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും കണ്ണേറിൽ നിന്ന് അപകടം രക്ഷിക്കുമെന്ന ധാരണ മിഥ്യാധാരണകളാണെന്ന് മനസ്സിലാക്കുക. അല്ലെ, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് എല്ലാം ആരംഭിക്കേണ്ടത്. അതേപോലെ തന്നെ എണ്ണം ചെയ്യിച്ചുകൊണ്ട് 1200 തവണ ചെല്ലുന്നവർക്ക് കിട്ടുന്ന ഞെട്ടിക്കുന്ന പ്രതിഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ശരിയായ രീതിയല്ല, ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. ആവശ്യം നേടാൻ 756 തവണ ചൊല്ലുക, അതും ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. 186 തവണ ബിസ്മിയെ ഓതി വെള്ളത്തിൽ ഊതുക ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. പഠിപ്പിച്ചേർത്ത് നിൽക്കാനും ഉൾക്കൊള്ളാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങളുടെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അത് നാം സ്വീകരിക്കുക. അതിലൂടെ മാത്രമേ അതിൻ്റെ പൊരുളും പൊരുത്തക്കേടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാവിലും ഹൃദയത്തിനും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആ അള്ളാഹുവിൻ്റെ അത്യുത്കൃഷ്ടമായ ആ നാമത്തെ നാം വിസ്മരിക്കാതിരിക്കുക. എത്ര ചെറുതായാലും വലുതായാലും ഏത് കാര്യത്തിൽ നാം എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കാൻ, ആ നാമത്തിലായിരിക്കാൻ നാം ഏറെ ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നേറുക. നമ്മുടെ ജീവിതത്തിൽ ആ നാമം ഒരിക്കലും വിട്ടുപോകാത്ത വിധം അത് ദിനചര്യയായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ നാം ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ നാവിലൂടെ ഉച്ചരിക്കാൻ കഴിയുന്ന എളുപ്പമുള്ള ഒരു വചനം കൂടിയാണ്, ഒരു പ്രയാസമില്ലാത്ത വാക്കുകൂടിയാണ് മനസ്സിലാക്കുക. അങ്ങനെ ബിസ്മിയെ അതിന്റെ പൊരുൾ അറിഞ്ഞുകൊണ്ട് നിർവഹിക്കാൻ, ആ റബ്ബിന്റെ റഹ്മത്തും ബറക്കത്തും നേടിയെടുക്കാൻ നാം എന്ത് ചെയ്യുക? അത് നിരന്തരമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുക. അതല്ലാതെ ചുമരുകൾ കെട്ടിത്തൂക്കാനും വാഹനത്തിൽ കെട്ടിത്തൂക്കാനും വീട്ടിൽ ചുമരുമ്പ് തൂക്കാനും അതേപോലെ തന്നെ ആ രൂപത്തിൽ ബറക്കത്തും അനുഗ്രഹം ലഭിക്കാനും ഒക്കെ ചെയ്യുന്ന ആ പരിപാടി നാം അവസാനിപ്പിക്കുക. അതൊക്കെ ബിദഅത്തായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മേഖലകളാണ്. വാഹനത്തിൽ പോലും എഴുതി വെക്കുന്ന ചില ആളുകൾ കാണാം. എന്തൊക്കെ എഴുതി വെക്കും? അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്,
ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന, അതിനും ശരിയായ ഒരു മാതൃകയില്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ ആയത്തിൽ കുറിച്ച് എഴുതി വെക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ആമിന റസൂൽ പോലുള്ള ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ എഴുതി വെക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് മറ്റേതുണ്ടല്ലോ, ഹാദാമിൻ ഫദ്ലു റബ്ബി ലി യബ്ലുവനി അശ്കുറു അം അക്ഫുർ എന്ന ആയത്തിൽ എഴുതി വെക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. വീടുണ്ടാക്കുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു ലാ ഹൗല വലാ ഖുവത ഇല്ലാ എന്ന് എഴുതി വെക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വേറെയും അങ്ങനെ ഒരുപാട് വീട് വെക്കുമ്പോൾ പല ആളുകളും ആ പ്രാർത്ഥന റദല്ലാഹു ലിസാനക ഇലാ യൗമിൽ ഖിയാമ എന്ന് എഴുതി വെക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. റദല്ലാഹു ലിസാനക ഇലാ യൗമിൽ ഖിയാമ, ഈ വീടിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട, നിന്റെ നാവിനെ അല്ലാഹു തട്ടി മാറ്റട്ടെ ഖിയാം നാൾ വരെ എന്ന് പറയുന്ന ചില ദിക്റുകൾ എഴുതി വെക്കുന്ന ആൾക്കാരെ സാധിക്കും. അതുകൊണ്ടൊന്നും യാതൊരു ഫലവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹു തരാൻ ഉദ്ദേശിച്ചതിന് അത് അന്ന് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ എന്ന നിലക്ക് അള്ളാഹും റസൂലും പഠിപ്പിച്ച ഈ ഒരു മേഖല, അഥവാ നമ്മുടെ നാവിലൂടെ ലളിതമായി ഉച്ചരിക്കാൻ കഴിയുന്ന ഈ ഒരു ദിക്ർ, ഈ ഒരു നാമം ബിസ്മില്ലാ എന്ന ആ നാമത്തെ ഗൗരവപൂർവ്വം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ രൂപത്തിൽ എവിടൊക്കെ എപ്പോഴൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറഞ്ഞു ആ സന്ദർഭങ്ങളെ മനസ്സിലാക്കി എല്ലാ നല്ല കാര്യങ്ങളുടെ തുടക്കത്തിലും അതേപോലെ തന്നെ ഒക്കെ ഉൾക്കൊണ്ട് അത് പതിവാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കുക. അതിന്റെ പൊരുളറിഞ്ഞുകൊണ്ടും അർത്ഥം മനസ്സിലാക്കിയും നാം അത് ഉപയോഗിക്കാൻ മനസ്സ് വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദീനിൽ പഠിപ്പിച്ച അധ്യാപനങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.